Dear friends, ഇന്ന് ആക്ച്വലി നമ്മൾ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ഓഫ് കാറ്റയോൺസ് പ്രാക്ടിക്കൽ കെമിസ്ട്രിയുടെ കാറ്റയോൺ സെപ്പറേഷൻ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമുക്കവിടെ സോളിബിലിറ്റി പ്രോഡക്റ്റ്, കോമൺ അയോൺ ഇഫക്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അസിഡിക് മീഡിയം, ബേസിക് മീഡിയം, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പി എച്ച് സ്കെയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അയണിക് പ്രോഡക്റ്റ് എന്താ, സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എച്ച് സ്കെയിലാണ്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ടീച്ചേഴ്സും സ്റ്റുഡൻസും വീഡിയോ കാണുന്നുണ്ടാവും. ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. അതുപോലെ തന്നെ സ്റ്റുഡൻസും അറിയിക്കുക. ഓക്കെ, നമുക്ക് പി എച്ച് സ്കെയിൽ നോക്കാം. പി എച്ച്, ദറ്റ് ഈസ് പൊട്ടൻസ് ഹൈഡ്രജൻ. ഇൻ ജർമ്മൻ ഇറ്റ് ഈസ് പൊട്ടൻസ് ഹൈഡ്രജൻ, ദറ്റ് ഈസ് പവർ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ പവർ എത്രയാണ്? നമ്മളതിനെ വളരെ സിമ്പിളായിട്ട് പറയുന്നത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അപ്പം ഒരു സൊല്യൂഷനിലെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യണം. ഈ ഹൈഡ്രജൻ അയോൺ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ചില സബ്സ്റ്റൻസിന് ഹൈഡ്രജൻ അയോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മറ്റ് ചില സബ്സ്റ്റൻസ് ഹൈഡ്രജൻ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യണം. നമുക്കറിയാം ആസിഡ്സ്, HCl പോലെയുള്ള ആസിഡ്സ് ഹൈഡ്രജൻ അയോൺ ഡോണേഴ്സാണ്. എന്നാൽ ബേസസ് NaOH പോലെയുള്ള ബേസസ് OH- ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ OH- പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് ഇതിനകത്തുനിന്ന് കിട്ടുന്ന OH- H+നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ന്യൂട്രൽ വാട്ടറായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് വാട്ടർ മീഡിയത്തിലാണ്, H2O മീഡിയത്തിലാണ്. ഒരു സബ്സ്റ്റൻസ് ആസിഡിക് ആകുന്നതോ ബേസിക് ആകുന്നതോ അക്വസ് സൊല്യൂഷനിലാണ്. അതല്ലാത്ത ആസിഡിൻ്റെയും ബേസിൻ്റെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിത് ജനറലായിട്ട് പറയുകയാണ്. HCl ഒരു ആസിഡ് ആകുന്നത് അതിൻ്റെ അക്വസ് സൊല്യൂഷനാണ്. അതേപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് അതിൻ്റെ അക്വസ് സൊല്യൂഷനിലാണ് ബേസായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഒരു ആസിഡിന് അതിൻ്റെ ഹൈഡ്രജൻ ഡൊണേറ്റിംഗ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സോൾവൻ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ വാട്ടർ ആവശ്യമാണ്. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ബേസസിന് അത് OH- ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതൊരു ബേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിലും ഒരു സോൾവെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ അർത്ഥം H2O എന്ന് പറയുന്നത് ആസിഡിൻ്റെ പ്രസൻസിൽ ഒരു ബേസായിട്ട് ആക്ട് ചെയ്യും, ബേസിൻ്റെ പ്രസൻസിൽ ഒരു ആസിഡായിട്ട് ആക്ട് ചെയ്യും. അതായത് H2O ഈസ് ആൻ ആംഫിടെറിക് സോൾവെൻറ്റ്. ആംഫിടെറിക് അല്ലെങ്കിൽ ആംഫിപ്രോട്ടിക് സോൾവെൻ്റ് എന്നും പറയും. ആംഫിപ്രോട്ടിക് സോൾവെൻറ്റ് H2O. സോ H2O ഈസ് ആൻ ആംഫിടെറിക് ഓർ ആംഫിപ്രോട്ടിക് സോൾവെൻറ്റ്. ആംഫിടെറിക് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ചില മെറ്റൽ ഓക്സൈഡ്സിനെയും മെറ്റൽ ഹൈഡ്രോക്സൈഡ്സിനെയും സ്പെസിഫൈ ചെയ്യാനാണ്. ആ മെറ്റൽ ഓക്സൈഡ്സ് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യും, അതുപോലെ തന്നെ ബേസുമായിട്ടും റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് ഉണ്ടാകും. ഒരു ഉദാഹരണത്തിന് നമുക്ക് Al2O3 അലുമിനിയം ട്രയോക്സൈഡ് പറയാൻ പറ്റും. അലുമിനിയം ഓക്സൈഡ് HCl-യുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ അലുമിനിയം ക്ലോറൈഡ് സോൾട്ട് ഉണ്ടാകും. അതേപോലെ ഈ അലുമിനിയം ഓക്സൈഡ് NaOH-യുമായിട്ട് റിയാക്ട് ചെയ്യും. അത് വെച്ചിട്ട് സോഡിയം അലൂമിനേറ്റ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടാകും. അപ്പോൾ അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യും, ബേസുമായിട്ടും റിയാക്ട് ചെയ്യും. ആ അർത്ഥത്തിലാണ് നമ്മൾ ആ ഓക്സൈഡിനെ ആംഫിടെറിക് എന്ന് പറയുന്നത്. അതുപോലെ ഹൈഡ്രോക്സൈഡ്സും ഇതുപോലുള്ള സ്വഭാവം കാണിക്കും, അതിനെ ആംഫിടെറിക് എന്ന് പറയും. അപ്പോൾ വാട്ടർ ഇവിടെ രണ്ട് സ്വഭാവം കാണിക്കുന്നുണ്ട്, ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്, ബേസുമായിട്ടും റിയാക്ട് ചെയ്യുന്നു. ആ അർത്ഥത്തിൽ വാട്ടറെ നമുക്ക് ആംഫിടെറിക് നേച്ചർ ഉണ്ടെന്ന് പറയാം. പക്ഷേ അതൊരു സോൾവെൻ്റ് ആയതുകൊണ്ട് നമ്മളതിനെ ആംഫിപ്രോട്ടിക് സോൾവെൻ്റ്, അതായത് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാനും പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോൾവെൻ്റ്, ആംഫിപ്രോട്ടിക് എന്ന അർത്ഥത്തിലാണ് വാട്ടറിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് H2O-ന് ഇത് സാധ്യമാകുന്നത് നമുക്ക് നോക്കാം. H2O ഒരേ സമയം തന്നെ H+നെ അക്സെപ്റ്റ് ചെയ്യുകയും H+നെ ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യും.
ഒരു H2O മോളിക്യൂള് H പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ H2O മോളിക്യൂള് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ H2O ഇതിൽ നിന്ന് H പ്ലസ് സ്വീകരിക്കുകയാണെങ്കിൽ ഒരെണ്ണം OH മൈനസായിട്ട് മാറും, H3O പ്ലസും മറ്റൊന്ന് OH മൈനസായിട്ട് മാറും. അപ്പോൾ രണ്ട് വാട്ടർ മോളിക്യൂളിൽ ഒരെണ്ണത്തിന് മറ്റതിൽ നിന്ന് H പ്ലസ് അക്സെപ്റ്റ് ചെയ്യുകയും മറ്റത് OH മൈനസായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ H2O ആണ് H പ്ലസിനെ അക്സെപ്റ്റ് ചെയ്തത്. സോ ദിസ് ഈസ് ദ ബേസിക് പ്രോപ്പർട്ടിയുള്ള H2O മോളിക്യൂളാണ്. ഇതെന്ന് പറയുന്നത് H2O H പ്ലസിനെ ഡൊണേറ്റ് ചെയ്തതാണ്. H പ്ലസ് ഡോണർ എന്ന് പറയുന്നത് ആസിഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആസിഡ് ബേസ് അസോസിയേഷൻ വാട്ടർ മോളിക്യൂളിൽ കാണും. അങ്ങനെയാണ് വാട്ടറിന് മറ്റൊരു സബ്സ്റ്റൻസിനെ അസിഡിക്കായിട്ടോ അല്ലെങ്കിൽ ബേസിക്കായിട്ടോ മാറ്റാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് ഈ H2Oയുടെ വാട്ട് ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ്, ഇവിടെ H3O പ്ലസ് ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയണിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? അത് അറ്റ് 298 കെൽവിൻ, അതായത് അറ്റ് റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ ഇതിൻ്റെ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷനും ഹൈഡ്രോക്സിൽ അയൺ കോൺസെൻട്രേഷനും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 × 10⁻⁻7 മോൾസ് പെർ ലിറ്റർ എന്നാണ്. മൊളാരിറ്റി ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി മൊളാരിറ്റി, ദാറ്റ് ഈസ് 1 × 10⁻⁷. നമുക്കറിയാം H2O ഇവിടെ നമ്മൾ 2 മോളിക്കുലർ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ 1 മോളിക്യൂളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ H2O ഗിവിങ് H പ്ലസ് പ്ലസ് OH മൈനസ് എന്നെഴുതാം. അപ്പം ഇത് H പ്ലസിനെ ഒരു വാട്ടർ മോളിക്യൂൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് H3O പ്ലസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്കിവിടെ ശരിക്കും ഉണ്ടാകുന്നത് ഒരു H പ്ലസും ഒരു OH മൈനസുമാണ്. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁷ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് H പ്ലസ് കോൺസെൻട്രേഷൻ ഇൻറ്റു OH മൈനസ് കോൺസെൻട്രേഷൻ, H പ്ലസ് കോൺസെൻട്രേഷൻ ഇൻറ്റു OH മൈനസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻7 ഇൻറ്റു 10⁻⁻7, ദാറ്റ് ഈസ് 10⁻⁻14 മൊളാരിറ്റി അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം. ഈ 10⁻⁻14 അത് കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് 1 × 10⁻⁻14, ദാറ്റ് ഈസ് നോൺ ആസ് KW, ദാറ്റ് ഈസ് ദ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അപ്പം എന്താണ് അയോണിക് പ്രോഡക്റ്റ്? സിംപ്ലി നമുക്ക് മനസ്സിലാക്കാം, ഇതിനകത്ത് യാതൊരു കൺഫ്യൂഷനുമില്ല. വാട്ടറിലെ അയോൺസ് ഏതൊക്കെയാണോ ആ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ KW എന്ന് പറയുന്നത്. സോ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ KW ഈസ് 10⁻⁻7 ഇൻറ്റു 10⁻⁻7, ദാറ്റ് ഈസ് 10⁻⁻14. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. അതായത് H2O ഈസ് എ വെരി വീക്ക് ഇലക്ട്രോലൈറ്റ്, വെരി വീക്ക് ഇലക്ട്രോലൈറ്റ്. അതായത് H2O വീക്ക്ലി അയണൈസസ് ടു H പ്ലസ് പ്ലസ് OH മൈനസ്. നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി, അതായത് ഒരു സബ്സ്റ്റൻസിന് ആസിഡ് ആകാനോ മറ്റൊരു സബ്സ്റ്റൻസിന് ബേസ് ആയിട്ട് ബിഹേവ് ചെയ്യാനോ വാട്ടർ സഹായിക്കുന്നത് വാട്ടറിൻ്റെ ഹൈഡ്രജൻ ഡൊണേറ്റിംഗ് പ്രോപ്പർട്ടി ആസ് വെൽ ആസ് ഹൈഡ്രജൻ അക്സെപ്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വാട്ടറിൻ്റെ സാമ്പിൾ എടുക്കുമ്പോൾ വാട്ടറിൻ്റെ വാട്ടർ മോളിക്യൂൾസ് വളരെ കുറച്ച് മോളിക്യൂൾസ് എല്ലാ ടെമ്പറേച്ചറിലും അയണൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ആ അയണൈസേഷൻ, വാട്ടറിൻ്റെ അയണൈസേഷൻ എന്ന് പറയുന്നത് ഇത് നോർമൽ വാട്ടറിൽ H പ്ലസും OH മൈനസും ഉണ്ട്. ഇതിപ്പോൾ ന്യൂട്രൽ വാട്ടറാണ്. വാട്ടറിൻ്റെ ന്യൂട്രൽ കണ്ടീഷൻ അതിനകത്ത് H പ്ലസും ഉണ്ട് OH മൈനസും ഉണ്ട്. മാത്രമല്ല H പ്ലസിൻ്റെ കോൺസെൻട്രേഷനും OH മൈനസിൻ്റെ കോൺസെൻട്രേഷനും ഈക്വലാണ്. അത് രണ്ടും 10⁻⁻7 ഇതാണ് ന്യൂട്രൽ വാട്ടറിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെ ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K എങ്ങനെ എഴുതാം? H പ്ലസ് കോൺസെൻട്രേഷൻ, അതായത് പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇവിടെ ഒരൊറ്റ റിയാക്റ്റൻ്റേ ഉള്ളൂ, അതുകൊണ്ട് H2O കോൺസെൻട്രേഷൻ ഇവിടെ എഴുതി.
പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ H2O അയണൈസേഷൻ വളരെ കുറവായതുകൊണ്ട് വളരെ കുറച്ച് മോളിക്യൂൾസ് മാത്രമേ ഈ ഒരു സ്റ്റേജിൽ കാണൂ. അല്ലെങ്കിൽ ഈ H2O കോൺസെൻട്രേഷൻ H2O molecules which ionize to form H plus and OH minus is very negligible, or the concentration of H2O remains a constant itself. അതായത് ഒരു 10,000 മോളിക്യൂൾ ഉണ്ടെങ്കിൽ 1-2 മോളിക്യൂൾ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 10,000 തന്നെ നമുക്ക് എടുക്കാം. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ H2Oയും ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ K into H2O, this equilibrium constant into concentration of H2O remains another constant Kw, that is H plus into OH minus. ഇതാണ് നമ്മൾ ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്ത അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അപ്പോൾ ഇങ്ങനെ പറയുന്നതിനേക്കാൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. വാട്ടറിലുള്ള ഹൈഡ്രജൻ അയോൺസിൻ്റെയും ഹൈഡ്രോക്സിൽ അയോൺസിൻ്റെയും കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ്, അതായത് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് അല്ലേ, അതാണ് അയോണിക് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇങ്ങനെ ന്യൂട്രൽ വാട്ടറിൽ ഇത് രണ്ടും ഈക്വലാണ്. അസിഡിക് സൊല്യൂഷനിൽ തീർച്ചയായിട്ടും ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. ബേസിക് സൊല്യൂഷനിൽ OH മൈനസ് കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. അതനുസരിച്ച് H+ കോൺസെൻട്രേഷൻ ലോ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ H+ കോൺസെൻട്രേഷനും OH മൈനസ് കോൺസെൻട്രേഷനും വേരി ചെയ്യുന്നത്? അതാണ് നമുക്ക് pH സ്കെയിലിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ pH എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ കണ്ടു ന്യൂട്രൽ വാട്ടറിൽ 10⁻⁻7 ഒക്കെയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ 10 to the power, ആക്ച്വലി 10⁻⁻7 എന്ന് പറഞ്ഞാൽ തന്നെ 1/10⁻⁷. 10⁻⁷ എന്ന് പറയുന്നത് 1ഉം 7 zeros വരുന്ന വലിയൊരു നമ്പറാണ്. 1/10 എന്ന് പറഞ്ഞാൽ 10⁻⁻1, 1/100 എന്ന് 10⁻². ആ രീതിയിൽ 1/10⁻7 ആണ് 10⁻⁻7. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? വാട്ടറിൻ്റെ ഹൈഡ്രജൻ കോൺസെൻട്രേഷനെ കുറിച്ചൊന്ന് ഊഹിക്കാമല്ലോ. ഇത്രയും ഒരു ഫ്രാക്ഷനാണ്, അത്രയും നെഗ്ലിജിബിൾ എമൗണ്ടാണ് ഹൈഡ്രജൻ അയോൺസ് ഉള്ളത് വാട്ടറിൽ. അത് തന്നെ ഹൈഡ്രോക്സിൽ അയോണിൻ്റെ അവസ്ഥ. അത്രമാത്രം നെഗ്ലിജിബിളായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ അയണൈസ് ചെയ്യുന്നത്. പക്ഷേ ചില പർപ്പസിന് ഈ അയോൺ കോൺസെൻട്രേഷന് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയും വലിയ ഇങ്ങനെയുള്ള ഒരു ചെറിയ നമ്പർ ഈ 10ൻ്റെ നെഗറ്റീവ് പവറായിട്ടൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് നമുക്കതിനെ ഒരു സിമ്പിളായിട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട്, അതായത് 1 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 2 ഡിജിറ്റ്സ് നമ്പർ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ pH സ്കെയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഓർ പവർ ഓഫ് ഹൈഡ്രജൻ അയോൺ ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ മിയർ നമ്പർ. ഈ 10ൻ്റെ പവറൊന്നുമില്ല, അത് വെറും നമ്പറായിട്ട് പറയണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പവറായിട്ട് വരുന്ന ഡിജിറ്റ് ഇപ്പോൾ 10⁻⁻7 എന്ന് പറയുന്നു. അപ്പോൾ ഈ 7 അങ്ങ് pH ആക്കണം. അല്ലെങ്കിൽ 10⁻⁻1, ഇപ്പോൾ 1 അങ്ങ് pH ആകുക. ഇനി 10⁻⁻9 ആണെങ്കിൽ 9 അങ്ങ് pH ആകുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് 10⁻⁻pH, അതായത് 10ൻ്റെ നെഗറ്റീവ് പവറായിട്ട് നമ്മളൊരു നമ്പർ എടുക്കും. ആ നമ്പറാണ് ആ സൊല്യൂഷൻ്റെ pH. അപ്പോൾ ഇവിടെ 10⁻⁻7 ആണ് കോൺസെൻട്രേഷൻ എങ്കിൽ pH 7 ആവും. 10⁻⁻1 ആണ് ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ എങ്കിൽ pH 1 ആവും. 10⁻⁻9 ആണെങ്കിൽ pH 9 ആണ്. ഇനി 10⁻⁻14 ആണ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എങ്കിൽ pH 14 ആണ്. ഇങ്ങനെ 10ൻ്റെ നെഗറ്റീവ് പവറിനെ ഒരു സിമ്പിൾ നമ്പറായിട്ട്, ആ നമ്പർ മാത്രം എടുത്തുകൊണ്ട് അതിനെ നമ്മൾ pH ആയിട്ട് പറയുകയാണ്. അങ്ങനെയുള്ള ഒരു സ്കെയിൽ. അപ്പം എവിടെ മുതൽ എവിടം വരെയാണ് ഈ pHന് വേരി ചെയ്യാവുന്നത്, സൊല്യൂഷൻസിൻ്റെ pH എങ്ങനെയാണ് വേരി ചെയ്യാവുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള സ്കെയിലാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി pH സ്കെയിൽ എന്താണെന്ന് നോക്കാം. pH സ്കെയിൽ നമ്മളിവിടെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് pHൻ്റെ റേഞ്ച് സ്കെയിൽ ആ സ്കെയിലിൽ നമ്മൾ pH 0 മുതൽ 14 വരെയുള്ള ഒരു റേഞ്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ pH നമ്മൾ 0 മുതൽ 14 വരെയുള്ള ഒരു റേഞ്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് ന്യൂട്രലായിട്ട് വരും.
ന്യൂട്രൽ. അത് നമ്മളിവിടെ കണ്ടു. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷനും ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷനും ഈക്വലായിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂട്രലിനേക്കാളും കൂടുതൽ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, അപ്പോൾ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷനാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഹൈ ആയിട്ട് വരുന്നതാണ് 7 താഴെ. ഇനി ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ലോ ആയിട്ട് വരുന്നതാണ് 7 മുകളിൽ വരുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിവിടെ പറഞ്ഞിരുന്നല്ലോ, pH എന്ന് പറയുന്നത് ഇപ്പം 10⁻⁻7 ആണെങ്കിൽ 7, 10⁻⁻14 ആണെങ്കിൽ 14, 10⁻⁻1 ആണെങ്കിൽ 1, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ 10⁻⁻1ഉം 10⁻⁻7ഉം നോക്കിയാൽ 10⁻⁻1ഉം 10⁻⁻7ഉം നോക്കിയാൽ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ഇതിൻ്റെ ഹയർ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻1 ആണ്. അതായത് ഇതെന്ന് പറയുന്നത് 1/10 മാത്രമാണ്. 10⁻⁻7 എന്ന് പറഞ്ഞാൽ 1/1 ആൻഡ് 7 സീറോസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഹൈ വാല്യൂ. അപ്പോൾ ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഹൈ ആവുമ്പോൾ 10ൻ്റെ പവർ എങ്ങനെയാണ് വരുന്നത്? 10⁻⁻7, -6, -5, -4, ഇങ്ങനെ 10⁻0. 10⁻0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 10⁻⁻1 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. 10⁻⁻2 എന്ന് പറഞ്ഞാൽ 0.01 ആണ്. ഇങ്ങനെ പോയിട്ട് 10⁻⁻7 അത് 0.0001 എന്നാണ് വരിക. അപ്പം ഈ രീതിയിൽ നമുക്ക് pH സ്കെയിൽ എടുക്കാം. അപ്പോൾ ഈ 10ൻ്റെ പവർ ഏതാണോ അതാണ് pH. അപ്പോൾ ഇവിടെ 10⁻⁻7 ആകുമ്പം 7, -1 ആകുമ്പം 1, ഈ രീതിയിൽ നമുക്ക് pH എടുക്കാം. അപ്പോൾ ഓർക്കേണ്ടത് pH എന്ന് പറയുന്നത് ലോഗറിതമിക്കാണ്. അതായത് pH ഓഫ് എ സൊല്യൂഷൻ ഈസ് ദ നെഗറ്റീവ് ലോഗറിതം, മാത്തമാറ്റിക്കലി നെഗറ്റീവ് ലോഗറിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണ്. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ലോഗറിതം എന്ന് പറയുന്നത് ബേസ് 10 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ലോഗറിതം ഉണ്ട്, ബേസ് 10 ലോഗറിതം ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ്റെ ബേസ് 10 ലോഗറിതം എടുത്തിട്ട് അതിന് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. ഇപ്പോൾ 10⁻⁻2 ആണ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ അതിൻ്റെ ലോഗരിതം എടുക്കാൻ, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ലോഗരിതം എടുക്കാൻ പറഞ്ഞാൽ ലോഗ് ഓഫ് 10⁻², ദാറ്റ് ഈസ് എന്താണ്? -2 log 10. -2 log 10ൻ്റെ നെഗറ്റീവ് ലോഗരിതം എടുക്കണം. അപ്പം -2 log 10 ഈസ് 1, -2 into 1 മൈനസ്, സോ ഇറ്റ് ബിക്കംസ് 2. അപ്പം ഇതേപോലെ ഹോൾ നമ്പേഴ്സാണ്. ഇങ്ങനെ പവർ ഫ്രാക്ഷൻ ഇല്ലാതെ വരുവാണെങ്കിൽ നമുക്ക് സിംപ്ലി ആ നമ്പർ അങ്ങ് എടുത്താൽ നമുക്ക് pH വേഗത്തിൽ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് 10⁻⁻9. 10⁻⁻9 എടുക്കുകയാണെങ്കിൽ pH എന്താണ്? നെഗറ്റീവ് ലോഗറിതം ഓഫ് 10⁻⁻9, ദാറ്റ് ഈസ് മൈനസ് ഓഫ് -9 log 10, that is minus of -9 into log 10 is 1, that is equal to +9. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയാൽ അത് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ. അപ്പം നമ്മുടെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് 10⁻⁻pH. അപ്പം pH is equal to -log to the base 10 ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ അത് 10⁻⁻pH ആയി മാറും. ഇവിടെ pH ഹോൾ നമ്പർ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്രാക്ഷൻ വരുമ്പോഴാണ് അതിൻ്റെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനാണ്. -7, -8, -9 ഇതെല്ലാം ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ് OH- കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഇവിടെ OH- എടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് OH- 10⁻0 ആയിരിക്കും. ഇവിടെ 10⁻⁻1 ആയിരിക്കും. ഇവിടെ 10⁻⁻2 ആയിരിക്കും. ഇവിടെ 10⁻⁻3, 10⁻⁻4, 10⁻⁻5, 10⁻⁻6 ആൻഡ് 10⁻⁻7. ദിസ് ഈസ് ന്യൂട്രൽ ഏരിയ.
ഓക്കെ, ഇത് ഒറ്റ ഇതേ ഉള്ളൂ, അത് pH 7 കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഈ സ്കെയിലിൽ നിന്നും വന്ന് ഈ 10⁻⁻7 ആകുമ്പോൾ അത് ന്യൂട്രലാവും. ആക്ച്വലി ഇവിടെ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഹൈഡ്രോക്സൈഡ് അയൺ കോൺസെൻട്രേഷനും ഈക്വൽ ആവും. സോ these all are the concentration of hydrogen ions, and the high concentration of hydrogen ion makes the solution acidic, and the low, ഇവിടെ പവർ കൂടുന്നെങ്കിലും വാല്യൂ കുറയാണ്, ലോ വാല്യൂസ് ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ മേക്സ് ദ സൊല്യൂഷൻ ബേസിക്. അപ്പം അസിഡിക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 7, 7 to 14 ഇസ് ദ റേഞ്ച് ഓഫ് ബേസിക് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഈ pH സ്കെയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്ലഡിൻ്റെ pH എത്രയാണ് എന്നറിയണം. സോ ഹ്യൂമൻ ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത് നമ്മൾ റഫായിട്ട് 7.4 എന്ന് പറയും. അത് മോർ കറക്റ്റ്ലി ഇറ്റ് ഈസ് 7.35 to 7.45. അപ്പോൾ ഈ 7.35 to 7.45 നിലനിർത്തേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ, ഹെൽത്ത് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ബ്ലഡ് pH എന്ന് പറയുന്നത് ഈ റേഞ്ചിലായിരിക്കണം. അപ്പോൾ നമ്മൾ അസിഡിറ്റി എന്നൊക്കെ പറയും. അപ്പം അതായത് നമുക്ക് അസിഡിറ്റി വയറിലാണോ സ്റ്റൊമക്കിലാണോ അതോ ചെസ്റ്റിലാണോ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് എവിടെയാണ് വരുന്നത് നമുക്ക് പറയാൻ അറിയാത്ത വിധത്തിൽ നമ്മൾ അസിഡിറ്റി അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ അസിഡിറ്റി ഉണ്ടാകുന്നത്? അതായത് ഈ ഹ്യൂമൻ ബ്ലഡിൻ്റെ pH പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് 2 ഓർഗൻസാണ് ഉള്ളത്, ലങ്സും കിഡ്നീസും. അപ്പോൾ ലങ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ലങ്സിലാണ് ശരിക്കും റെസ്പിറേഷൻ നടക്കുന്നത്. ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെയിൽ ചെയ്യുന്നു. കിഡ്നിയിലാണ് ഫിൽട്രേഷനും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്ലഡിൻ്റെ pH ഈ 7.35 to 7.45 തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ ഈ ഓർഗൻസ് നമ്മളെ സഹായിക്കുന്നത്? ലങ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? കാരണം കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ അല്ല, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അക്വസ് സൊല്യൂഷൻ ആകുമ്പോൾ കാർബോണിക് ആസിഡാണ് ഉണ്ടാകുന്നത്. H2CO3 എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് H2CO3, കാർബോണിക് ആസിഡാണ്. അപ്പോൾ ഇതൊരു അസിഡിക് സൊല്യൂഷനാണ്. അപ്പോൾ ഈ കാർബോണിക് ആസിഡ് ബ്ലഡിൽ കാർബോണിക് ആസിഡിൻ്റെ അക്യൂമുലേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളിയിട്ട് ഓക്സിജനെ ഇൻഹെയിൽ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളെ ബ്രീതിങ് എക്സസൈസൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. നന്നായിട്ട് ബ്രീത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓക്സിജൻ കിട്ടും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്പെൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ലങ്സ് റെഗുലേറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഡിക്രീസസ് ദ അസിഡിറ്റി ഓഫ് ബ്ലഡ്. അതുപോലെ കിഡ്നി എങ്ങനെയാണ് ചെയ്യുന്നത്? കിഡ്നി എക്സസ് ഓഫ് ആസിഡിനെയും അതുപോലെ തന്നെ ബേസസിനെയും, അപ്പോൾ അതായത് അസിഡിറ്റി കൂടിയാലും ബേസിസിറ്റി കൂടിയാലും കുഴപ്പമാണ്. കാരണം pH ഇത്. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചോ, ഈ pH വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ന്യൂട്രൽ അല്ല. 7.35 to 7.45 എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ആൽക്കലൈനാണ് കാണിക്കുന്നത്. വളരെ ലൈറ്റായിട്ട് ആൽക്കലി സൈഡിലേക്കാണ്. ഒരു 0.35 to 0.45 ഉള്ളൂ, അത്രയും സ്ലൈറ്റ്ലി ആൽക്കലൈനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കൂടുതലായിട്ട് അസിഡിറ്റി ഉള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ pH 7ൽ നിന്ന് താഴേക്കാണ് പോകുന്നത്. ഇത് വരുമ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കുക്കുംബർ ജ്യൂസും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കഴിച്ചിട്ട് ഇത് ബാലൻസ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ലങ്സിൻ്റെ ലങ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ശ്വസനക്രിയ വഴി നല്ല ബ്രീതിങ് ചെയ്തുകൊണ്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ബാലൻസ് ചെയ്യാം. പക്ഷേ ഫുഡിലൂടെ കടന്നു വന്ന കൂടുതലായിട്ടും വന്നു പോയിട്ടുള്ള എക്സസ് ആസിഡിനെയും എക്സസ് ബേസിനെയും റിമൂവ് ചെയ്യാനായിട്ട് പിന്നീട് കിഡ്നിയാണ് നമുക്ക് ആശ്രയം. അപ്പോൾ കിഡ്നി അതിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സസ് ആസിഡ് കണ്ടീഷനെ നമ്മൾ അസിഡോസിസ് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് കണ്ടീഷൻ. പല അസുഖങ്ങളും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു ബ്ലഡിൻ്റെ ബാലൻസ് തന്നെ pH തന്നെ മാറിപ്പോവുകയാണെങ്കിൽ നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അസിഡോസിസ് റെസ്പിറേറ്ററി അസിഡോസിസും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റബോളിക് അസിഡോസിസ്. റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയുന്നത് എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എക്സെയിൽ ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളി ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുമ്പോൾ തന്നെ അതിന് ഒരു സൊല്യൂഷനാവും. മെറ്റബോളിക് ഇതിലാണ് എക്സസ് ആസിഡ് വരുന്നതെങ്കിൽ അത് ഫുഡിൽ ഉള്ളതാണ്. അത് റിമൂവ് ചെയ്യാനായിട്ടുള്ളത് കിഡ്നിയുടെ റോളാണ്. കിഡ്നിയാണ് അവിടെ
അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കിഡ്നി പ്രോബ്ലംസ് എല്ലാം മെയിനായിട്ട് വരുന്നത് ഈ 7.45 അതിനേക്കാളും കൂടിയ ഒരു pH, അതായത് ആൽക്കലി എക്സസ് കണ്ടീഷനാണ്. എക്സസ് ആസിഡ് കണ്ടീഷനും അതുപോലെ തന്നെ എക്സസ് ആൽക്കലി കണ്ടീഷനും ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ ഇത് സൊല്യൂഷൻസിനും അതിൻ്റെ സെപ്പറേഷനും അനാലിസിസിനും മാത്രം ഉപയോഗിക്കാതെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ pH നമ്മുടെ ബോഡിയിൽ ഹെൽത്ത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ pHൻ്റെ ഒരു നോളജ് എങ്ങനെ നമ്മളെ സഹായിക്കും, നമ്മുടെ ഫുഡ് നമ്മൾ അതനുസരിച്ച് എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന രീതിയിൽ കൂടി നമ്മളിത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അയണിക് പ്രോഡക്റ്റ്, സോലബിലിറ്റി പ്രോഡക്റ്റ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആസിഡ് ബേസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിൻ്റെ തന്നെ എല്ലാ സ്റ്റഡീസിൻ്റെയും തുടക്കം ഒരു സ്വീഡിഷ് സയൻറ്റിസ്റ്റായ സ്വാൻഡേ അരീനിയസ് ആയിരുന്നു. സോ അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞു തുടങ്ങുക. അതുപോലെ തന്നെ pH സ്കെയിൽ നമുക്ക് സംഭാവന ചെയ്തത് ഡാനിഷ് കെമിസ്റ്റായ സോറൻസനാണ് 1909. അപ്പം ഇവർ രണ്ടുപേരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.